Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. തെരുവ് യുദ്ധത്തിനാണ് തലസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. പോലീസ് അതിക്രമത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് വ്യാപക പ്രതിഷേധം നടത്തി. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി. പോലീസും പ്രവർത്തകരും റോഡിൽ ഏറ്റുമുട്ടി. 7 പോലീസുകാർക്ക് പരിക്കേറ്റു. 38 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. സംസ്ഥാനത്ത് തുടർച്ചയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ആക്രമിക്കുന്നതായി ആരോപിച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച്. ഉച്ചയോടെ പ്രസ് ക്ലബ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ പോലീസ് തടഞ്ഞു. പതിവിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന നേതാക്കൾക്കൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മാർച്ചിൽ അണിനിരന്നു. പ്രതിപക്ഷ നേതാവിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെ ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി. പോലീസിന് നേരെ പ്രവർത്തകർ കൊടികെട്ടിയ വടികളും ചെരുപ്പും കല്ലും വലിച്ചെറിഞ്ഞു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ നേതാക്കൾ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. സംഘർഷം അതിരുവിട്ടതോടെ പോലീസ് ലാത്തി വീശി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, അഭിൻ വർക്കി അടക്കം 20-ലേറെ പ്രവർത്തകർക്ക് പരിക്കേറ്റു. 7 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷത്തിൽ 3 പോലീസ് വാഹനങ്ങൾ തകർന്നു. കസ്റ്റഡിയിലെടുത്ത വനിതാ പ്രവർത്തകരെ മോചിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് നേരിട്ട് സംഘർഷ സ്ഥലത്തെത്തി. സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. സമരം നിർത്തിയിട്ടില്ലല്ലോ, സമരം തുടരും. ഈ കേരളം ഭരിക്കുന്ന അനിൽകുമാറിനെ പോലെയുള്ള, സന്ദീപിനെ പോലെയുള്ള ഗുണ്ട ക്രിമിനൽ സംഘത്തിന്റെ എംബോക്കുകളാണോ, പിണറായി വിജയൻ എന്ന് പറയുന്ന ക്രിമിനലാണോ എന്ന് ഇന്ന് തീരുമാനിക്കപ്പെടണം. പിന്നീട് പ്രകടനമായി പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക്. ഓഫീസിന് മുന്നിലൂടെ കടന്നുപോയ പിങ്ക് പോലീസിന്റെ വാഹനം തടഞ്ഞു നിർത്തി പ്രവർത്തകരെ മോചിപ്പിച്ചു. പിന്നാലെ DCC ഓഫീസിലേക്ക് SP-യുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമെത്തി. ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷമാണ് നേരത്തെ മോചിപ്പിച്ച പ്രവർത്തകരെ പോലീസിന് തിരിച്ചു നൽകിയത്. ഇതോടെ സംഘർഷാവസ്ഥയ്ക്ക് വിരാമമായി. ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രതിഷേധം വിജയിച്ചോ എന്നതാണ് ചോദ്യം. ആദ്യം MV നികേഷ് കുമാറിലേക്കാണ്. ഇന്നത്തെ പ്രതിഷേധം, VD സതീശൻ പങ്കെടുത്തിട്ടുള്ള ആദ്യ പ്രതിഷേധം, അത് വിജയിച്ചോ? നോക്കൂ സ്മൃതി, ഇതൊരു സ്വാഭാവികമായ സമരമോ അല്ലെങ്കിൽ സ്വാഭാവികമായ സംഘർഷമോ എന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ഇന്ന് ഏതാണ്ട് 4 മണിക്കൂർ നേരം ടെലിവിഷൻ കണ്ട പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയത്. ഞാൻ ഏതാണ്ട് 1 മണിവരെ ന്യൂസ് റൂമിലുണ്ടായിരുന്നു. ന്യൂസ് റൂമിൽ നിന്ന് കണ്ട ദൃശ്യങ്ങൾ അനുസരിച്ച് ഒരു സമരത്തിൻ്റെ തുടക്കമായിരുന്നു. പക്ഷേ പിന്നീട് കണ്ട 3 മണിക്കൂറെല്ലാം തന്നെയും പോലീസിനെ നിരന്തരമായി പിന്തുടർന്ന് ഒരു സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തി എന്നുള്ളതാണ്. ഏതായാലും തിരിച്ചടിച്ചു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ അത്തരത്തിലൊരു സന്ദേശം നൽകുക എന്ന് പറയുന്നത് ഇന്ന് VD സതീശനെ സംബന്ധിച്ചിടത്തോളവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനമായിരുന്നു. അതിനാവശ്യമായ രീതിയിലുള്ള കരുനീക്കങ്ങളാണ് 4 മണിക്കൂർ നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ഇപ്പോൾ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ഒന്ന്, കെ സുധാകരൻ്റെ സംഘപരിവാർ അനുകൂല പ്രസ്താവന. അതിന്മേൽ കോൺഗ്രസിൻ്റെ സംഘടനയിൽ ഉണ്ടാകാൻ പോകുന്ന ഉൾപ്പിരിവുകൾ, UDFൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്നിവയൊക്കെ തന്നെയും ഇനി നമ്മൾ വരാനിരിക്കുന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലുമൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തേത്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും അടി വാങ്ങുന്നതിൽ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം വാക്കുകൾ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വാചോടാപത്തിൽ മാത്രമാണ് ഏർപ്പെടുന്നത് എന്നും അവർ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം K മുരളീധരൻ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിൽ കെ സുധാകരൻ്റെ കാര്യം നമുക്കിപ്പോൾ തൽക്കാലം മാറ്റിവെക്കാം. രണ്ടാമത്തെ കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആക്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ VD സതീശൻ പറഞ്ഞതാൽ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് മാത്രമല്ല, പകരം നേരത്തെ എരിപുരം മുതൽ കൊല്ലം വരെ കിട്ടിയിട്ടുള്ള അടികൾക്ക് പോലീസ് നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ അവരുടെയൊക്കെ പേരും മേൽവിലാസവും ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അവരെയൊക്കെ വീട്ടിൽ കയറി അടിക്കും എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്.
നോക്കൂ, ഒരു പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളുടെ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് വി ഡി സതീശൻ അങ്ങനെ പറയുന്നത്. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. കാരണം നടക്കാൻ വേണ്ടി ആയിരിക്കില്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും അടിവാങ്ങുമ്പോൾ വി ഡി സതീശനും കെ സുധാകരനും അടങ്ങുന്ന നേതൃത്വം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷേ വീട്ടിൽ കയറി അടിക്കുമെന്നും അവരുടെയൊക്കെ മേൽവിലാസവും പേരും ഞങ്ങൾക്കറിയാം എന്നൊക്കെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കണമായിരുന്നു. അതിൻ്റെ ഒരു നാടക രൂപമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത് എന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. സ്വാഭാവികമായും അത് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഒരു ഉണർവുണ്ടാക്കുകയാണ് എങ്കിൽ അത് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഈ UDF LDF എന്ന ദ്വന്ദ്വം അത് നിലനിർത്താൻ സഹായിക്കുമെന്നും അങ്ങനെ ഒരു സാഹചര്യത്തെ യഥാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയും വേണം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UDF രംഗത്തില്ല. ഗവർണർ SFI തമ്മിലുള്ള പോരാട്ടത്തിൽ, അല്ലെങ്കിൽ നവകേരള സദസ്സ് കഴിഞ്ഞ 40 ദിവസമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ UDFൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിന് ഇന്ന് ഒരു പൊളിറ്റിക്കൽ സ്പേസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഞാൻ അക്കാര്യത്തിൽ എനിക്ക് അക്കാര്യത്തിൽ ഒരു പൂർണ്ണ ബോധ്യമില്ല എങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ സ്പേസ് UDFന് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനി കെ സുധാകരൻ്റെ കാര്യത്തിനകത്ത് അതിൻ്റെ ആ വിഷയം കൂടുതൽ അഗ്രവേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീ കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർക്ക് പോലും ഇന്നലെ സ്മൃതിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് കെ സുധാകരൻ പറഞ്ഞു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അത് തിരുത്തി എന്ന്. പക്ഷേ UDFൻ്റെ കൺവീനറായിട്ടുള്ള MMSന് അത് ബോധ്യമായിട്ടില്ല. കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞതല്ല കോൺഗ്രസിൻ്റെ നയം എന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഇന്നിപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം എന്താണെന്നറിയാൻ ഇനിയും മണിക്കൂറുകളും ദിവസങ്ങളും കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ, UDFലെ മറ്റു പാർട്ടികൾ എന്ത് നിലപാടാണ് എടുക്കുക എന്നുള്ളത്, അതിനേക്കാൾ കൂടുതലായി ഞാൻ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. കാരണം വി ഡി സതീശൻ പറയുന്നത് ഗവർണർ ഞങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ലിസ്റ്റിന് വേണ്ടി എന്നാണ്. ഞങ്ങൾ ഗവർണർക്ക് ലിസ്റ്റ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സംഘപരിവാറുകാർ വന്നാൽ എന്താ, അവരും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ലേ എന്ന് കെ സുധാകരൻ ചോദിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഞങ്ങളോട് ലിസ്റ്റ് ചോദിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു. KPC പ്രസിഡന്റ് പറഞ്ഞതല്ല കോൺഗ്രസിൻ്റെ നയം എന്ന് MMSN പറയുന്നു. ഇക്കാര്യത്തിലൊക്കെ തന്നെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പം നേരിടുന്നുണ്ട്. ആ ആശയക്കുഴപ്പത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ ഒരുപക്ഷെ ഇന്നത്തെ സംഘർഷം കൊണ്ട് കഴിയുമോ എന്നുള്ളൊരു പരിശോധനയായിരിക്കാം കോൺഗ്രസ് നടത്തുന്നുണ്ട്. മൂന്നാമത്തേത്, നവകേരള സദസ്സ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരു വിജയഭേരി നവകേരള സദസ്സ് ഉയർത്തുകയാണ് എങ്കിൽ അതിനുള്ള മറുപടി അതല്ല സംഭവിച്ചിട്ടുള്ളത്. ഇത് വലിയ സംഘർഷഭരിതമായിരുന്നു, കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് യാത്ര ചെയ്തത് എന്ന് വാദിക്കാനുള്ള ഒരു സ്പേസ് കൂടി ഇന്നത്തെ സംഘർഷം അല്ലെങ്കിൽ ത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഗുണകരമായേക്കാം എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാം. ശരി, പ്രതിഷേധം വിജയിച്ചു ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ. ഒരു പരിധിവരെ MV നികേഷ് പറഞ്ഞതുപോലെ ഈ കെ സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഗവർണറും SFIയും തമ്മിലുള്ള ഒരു ഫൈറ്റിൻ്റെ കാര്യത്തിലായാലും കോൺഗ്രസ് അപ്രസക്തമായിരുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്തിൽ നിന്നും കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഈ പറയുന്ന ഇന്നത്തെ ഈ സമരം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പരിധിവരെ വി ഡി സതീശൻ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇന്ന് നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു പ്രസംഗമാണ് വി ഡി സതീശൻ ഇന്ന് നടത്തിയിട്ടുള്ളത്. ആ പ്രസംഗം എന്ന് പറയുന്നത് എന്താണ്, യൂത്ത് കോൺഗ്രസ്സുകാർ ഇത് കണ്ണൂരിലും എറണാകുളത്തും ആലപ്പുഴയിലും കിട്ടിയ അടികൾക്കെല്ലാം
തിരിച്ചടി കൊടുക്കും, കൊല്ലത്ത് തിരിച്ചടി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഷാഫി പറമ്പതിലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഓൺ ചെയ്യുകയാണെന്ന് വി ഡി സതീശൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു പരിധിവരെ ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇല്ലായിരുന്ന ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്കോ കോൺഗ്രസ്സിന് പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നിടത്താണ് ഇപ്പോൾ വി ഡി സതീശൻ പെർഫോം ചെയ്യുന്നത്, കോൺഗ്രസ് പെർഫോം ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ ഇന്നലെ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ഇന്ന് നടക്കാൻ പോകുന്ന ഒരു കാര്യം ഒരു കലാപാഹ്വാനമാകാം. നാളെ തുടങ്ങി LDFും ഇടതുപക്ഷ പാർട്ടികളും ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ കാണുക എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ആ ലെവലിലേക്കാണ് ഇന്ന് ആ കാര്യങ്ങൾ പോയത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സമരം ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് വാഹനങ്ങൾ തല്ലിത്തകർക്കുക, അടി വാങ്ങുക, അടി കൊടുക്കുക, പോലീസിനെ ആക്രമിക്കുക എന്നുള്ള നിലയിലേക്ക് ഒരു പ്രതിപക്ഷ പാർട്ടി മാറുക എന്ന് പറയുന്നത് അതൊരു കലാപോഹനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നതും. ആ ലെവലിലേക്ക് സമരം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അടി കൊടുത്താലും വാഹനങ്ങൾ തല്ലിപ്പൊളിച്ചാലും മാത്രമേ ആകുകയുള്ളൂ എന്നുള്ള ഒരു ലെവലിലേക്ക് കോൺഗ്രസ് മാറുന്നുണ്ട്. ആ മാറുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ നവകേരള സദസ്സ് ഇവരുടെ ഇന്നത്തെ മുദ്രാവാക്യം എന്താണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അടി കൊള്ളാൻ ഞങ്ങളില്ല എന്നുള്ളതാണ്. റോട്ടിൽ അടി കൊള്ളാൻ ഞങ്ങൾ തിരിച്ചടിക്കും എന്നതിനാണ് ഇന്ന് ഇവർ സമരം നടത്തുന്നത്. പക്ഷേ ശരിക്കും ഇവർ നടത്തേണ്ടിയിരുന്നത് എന്ന് പറയുന്നത് നവകേരള സദസ്സിൻ്റെ പോരായ്മകളും അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സമരം നടത്തുന്നത്. അപ്പോൾ അതിനെന്താ അർത്ഥം? അങ്ങനെ ഒരു സമരം നടത്താൻ ഇപ്പോഴും കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. ആ കഴിയാത്തതിന് കാരണം എന്താണ്? ആ കഴിയാത്തതിന് കാരണം എന്ന് പറയുന്നത് നവകേരള സദസ്സിൽ ഇവർക്കൊരു പാളിച്ചയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ 13 ജില്ല പിന്നിട്ട് 14ാമത്തെ ജില്ലയായ തിരുവനന്തപുരത്ത് സമാപനത്തോട് അടുക്കുമ്പോൾ ഇതുവരെ നവകേരള സദസ്സിനെതിരെ പറയാൻ ഇതുവരെ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ് ഈ പറഞ്ഞ അടികളും എറണാകുളത്തും കണ്ണൂരും ആലപ്പുഴയിലും കിട്ടിയ അടികൾക്ക് മറുപടി നൽകണം, അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള ആശയത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. അതൊരു സമര ആഹ്വാനമായിട്ട് ഞാൻ കാണുന്നില്ല, ഒരു കലാപാഹ്വാനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. സമരം ചെയ്യുന്നത് നല്ലതാണ്. എപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ സമരം ചെയ്യണം. സമരം ചെയ്യുന്നതിൻ്റെ ആശയം വേണം. ഇവർക്ക് ഇതിൻ്റെ ആശയം എന്താണ്? ഏത് ആശയത്തിന് പുറത്താണെന്ന് കോൺഗ്രസ് സമരം നടത്തിയിരിക്കുന്നത്? കലാപം നടത്താൻ വേണ്ടിയിട്ട് ആശയം ആവശ്യമില്ല. എല്ലാ കലാപം നടത്തുന്ന പാർട്ടികളും പ്രസ്ഥാനങ്ങളും ആശയമില്ലാതെയാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ സർക്കാരിനെതിരെ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് പറയുന്നത് ഒരു ആശയമായിട്ട് ഞാൻ കാണുന്നില്ല. സമരം നടത്തേണ്ടതാണ് ഈ പറയുന്ന സർക്കാരിനെതിരെ, സർക്കാർ ചെയ്യുന്ന ജനദ്രോഹ കാര്യങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ അവർ പ്രകടന പത്രികയിൽ നടത്താതിരുന്ന കാര്യങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ നവകേരള സദസ്സുമായിട്ടുള്ള ദൂർത്തിനെതിരെ ഒക്കെയായിരുന്നു ഇവരെ സമരം നടത്തേണ്ടത്. അങ്ങനെ ഒന്നും ഇവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്താണ്, പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചതിന് തിരിച്ചടിയായിട്ടാണ് ഇന്ന് അവർ സമരം നടത്തിയിട്ടുള്ളത്. ആ കാര്യത്തിൽ കോൺഗ്രസ് ഇന്നെടുത്ത നിലപാട് അത്ര ശരിയായ നടപടിയല്ല. അത് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും കോൺഗ്രസ് പ്രവർത്തകരെയും അടിക്കാൻ വിട്ടുകൊടുക്കുകയും അടിക്കാൻ കലാപത്തിന് ആഹ്വാനം ചെയ്യും. ആ കലാപം നടക്കുമ്പോൾ അത് സന്തോഷത്തോടുകൂടി ഇനിയും ഞങ്ങളത് ചെയ്യും, ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കുമോ എന്ന് പറയുന്നതിലല്ല അതിൻ്റെ കാര്യം. പക്ഷേ ഒരു കാര്യം ശരിയാണ്, AC റൂമിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ പുറത്തേക്ക് ഇറങ്ങി അവർ റോട്ടിൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പറയുന്നതിനൊക്കെ നല്ലതായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടതും. കാരണം കോൺഗ്രസ് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നേതൃത്വത്തിൻ്റെ ഒരു അഭാവമായിരുന്നു കോൺഗ്രസ് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത്. ആ നേതൃത്വത്തിൻ്റെ അഭാവം ഒരു പരിധി വരെ ഇന്ന് വി ഡി സതീശൻ വന്ന് ഈ പറഞ്ഞ കലാപഭൂമിയിൽ ഇറങ്ങി നിന്ന് നയിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു സംവിധാനത്തിൽ വി ഡി സതീശൻ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്ന ഏക പ്രശ്നം എന്ന് പറയുന്നത് സുധാകരൻ നടത്തുന്ന ഓരോ സംസാരങ്ങളും പെരുമാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ പ്രശ്നങ്ങളുമാണ്. കാരണം കോൺഗ്രസ് കോൺഗ്രസ് ആക്റ്റീവായി ഒരു സമരപരിപാടികളിലേക്ക് ഇറങ്ങുന്നുണ്ടോ ആ സമയത്തൊക്കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഓരോ സംസാരങ്ങൾ വരും. ആ സംസാരമാണ് ഈ പറയുന്ന പാർട്ടീനെ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുക. അത് തന്നെ ഇന്നലെയും നടന്നു. അദ്ദേഹത്തിന് അറിയാം നാളെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് കിടക്കുകയാണ്, മറ്റന്നാൾ DGP ഓഫീസിലേക്ക് മാർച്ച് കിടക്കുകയെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വരുന്നത് എങ്ങനെയാണ്? പാർലമെൻറ്റിൽ നിന്ന് അയോഗ്യനാക്കി പുറത്തിറങ്ങി നിന്നിട്ട് വന്ന് പറയുന്നത് RSS അനുകൂലമായ പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിലാണ് ഇപ്പോൾ ശരിക്കും കോൺഗ്രസ് അഴലുന്നത്. അല്ലാതെ ഇന്നത്തെ ഈ പറഞ്ഞ സമരത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിലായാലും കോൺഗ്രസിൻ്റെ കാര്യത്തിലായാലും സമരം അവരുടെ ഭാഗത്തിൽ അവരെന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഉണ്ണിബാലകൃഷ്ണൻ. നോക്കൂ, ഒരർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ അതിൻ്റെ പേരൻ്റ് ഓർഗനൈസേഷനായിട്ടുള്ള കോൺഗ്രസിനെ രക്ഷിക്കുകയാണ് ചെയ്തത് ഇന്നത്തെ ഈ പ്രതിഷേധ ജാഥയിലൂടെ. ആ അർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രതിഷേധ ജാഥ ഒരു വിജയമായിട്ട് ഞാൻ കരുതുന്നു.
ഇന്ന് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ട ഒരു കാര്യം പോലീസ് പുലർത്തിയൊരു സംയമനമാണ്. അതിശയിപ്പിക്കും വിധത്തിലുള്ള സംയമനത്തോടെയാണ് പോലീസ് പെരുമാറിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ എവിടെയെങ്കിലും അധികമായൊരു ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടുന്നത് കണ്ടോ? അല്ലെങ്കിൽ കൂടുതലായി ജലപീരങ്കി പ്രയോഗം കണ്ടോ? വലിയ രീതിയിലുള്ള ലാത്തി ചാർജ് കണ്ടോ? നമ്മളിന്ന് ശ്രദ്ധയോടുകൂടി ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം ഈ പറയുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. നിരന്തരമായി പോലീസിനെ പിന്തുടർന്നാക്രമിക്കുകയായിരുന്നല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ അകത്താണ് യഥാർത്ഥത്തിൽ കൂടുതൽ പോലീസുകാർ നിന്നിരുന്നത്. ആ കോമ്പൗണ്ടിനകത്താണ്. അവിടേക്ക് പോയിട്ട് അവരുടെ ഷീൽഡ് പിടിച്ചു വാങ്ങിച്ച് താഴെയിട്ട് തകർക്കുക, അവരെ കമ്പ് കൊണ്ട് അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പോലീസ് തിരിച്ചടിക്കാതിരുന്നത്. ഒരു കാരണവശാലും ഒരു തുള്ളി ചോര വീണിട്ടില്ല ഇന്നത്തെ ഈ സമരത്തിൽ. എവിടെയെങ്കിലും നമ്മൾ ആരുടെയും തല പൊട്ടിയതായിട്ട് കണ്ടിട്ടില്ല, തലപൊട്ടി രക്തം ചീറ്റുന്നതായിട്ട് കണ്ടില്ല. ചെറുതായിട്ട് ഇങ്ങനൊന്നും അല്ലല്ലോ ഇത് നടന്നുകൊണ്ടിരുന്നത്. പോലീസുകാർക്ക് തിരിച്ചവർക്ക് അതാണ്. അതായത് നാളത്തേക്ക് പത്രങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പാകത്തിലുള്ള ചിത്രങ്ങളോ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾക്കോ യാതൊരു സാധ്യതയും ഇല്ലാതാക്കുന്ന വിധത്തിൽ അത്രയധികം അതിശയിപ്പിക്കുന്ന സംയമനത്തോടെ പോലീസ് പെരുമാറിയിട്ടുണ്ട്. അത് വളരെ പ്ലാൻഡ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഞാൻ കൂടുതൽ ടിയർ ഗ്യാസ് ഷെല്ലുകൾ പൊട്ടിക്കണമായിരുന്നു, കൂടുതൽ ജലപീരങ്കി പ്രവർത്തിക്കണമായിരുന്നു, അല്ലെങ്കിൽ ആളുകളുടെ തലയടിച്ച് പൊട്ടിക്കണമായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടാണ് അത് പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ആസൂത്രിതമായൊരു സംയമനമാണ് അവിടെ പ്രവർത്തിയിരുന്നത്. എന്തായാലും ഈ പ്രതിഷേധമെങ്കിലും സംഘടിപ്പിക്കുക വഴി യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മുഖം രക്ഷിച്ചു. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? നോക്കൂ, 31ാമത്തെ ദിവസം വന്നിട്ടാണ് VD സതീശൻ ഈ വലിയ പ്രസ്താവനയും പ്രസംഗവും ഒക്കെ നടത്തിയത്. ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കും. എവിടുന്ന ഈ അടി തുടങ്ങിയത്? കഴിഞ്ഞ 19-ാം തീയതി എരിപുരത്താണ് ഈ അടി തുടങ്ങിയത്. അത് ചെറിയ രീതിയിലുള്ള അടിയായിരുന്നു. അതിനുശേഷം അത്ര വലിയ അടി ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ. നോക്കൂ, പൂച്ചട്ടിയും അതുപോലെ തന്നെ ഹെൽമെറ്റും ഒക്കെ വെച്ചിട്ട് ആളുകളുടെ തലയടിച്ച് തകർത്തിട്ട് 31ാമത്തെ ദിവസമാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ ജാഥയും നയിച്ചു വന്നിട്ട് സെക്രട്ടേറിയറ്റിന്റെ വാതിൽക്ക് വന്ന് ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറയുന്നത്. ആ തിരിച്ചടിക്കുമെന്ന പ്രയോഗം എപ്പോഴാണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം കടപ്പാക്കടയിൽ യൂത്ത് കോൺഗ്രസിലെ പിള്ളേർ പോയിട്ട് ഡിവൈഎഫ്ഐക്കാരെ തിരിച്ചടിച്ചപ്പോഴാണ് ഈ ആരോഗ്യവും ആവേശവും ഒക്കെ ഉണ്ടായത്. 20-ാം തീയതി പ്രതിഷേധിക്കും എന്ന് പറയുന്നത് മാത്രമല്ല, ഞാൻ ശ്രീ ആൻഡോ അഗസ്റ്റിൻ താങ്കൾ വിചാരിക്കുന്നത് പോലെ ഒരു കലാപത്തിലേക്കൊന്നും സംസ്ഥാനം പോകില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമെന്നൊക്കെ പറയുന്നത് ഒരു പ്രസ്താവനയായിട്ട് മാത്രം അവസാനിക്കും. അങ്ങനെ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇതിനുള്ള സംഘടനാ ശേഷിയൊന്നും കോൺഗ്രസിനില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പം 23-ാം തീയതി ഈ പരിപാടി അവസാനിക്കുമ്പോൾ 23-ാം തീയതി ഈ പരിപാടി തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴത്തേക്ക് ഒരു DGP മാർച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ DGP മാർച്ച് കെ സുധാകരന്റെ നേതൃത്വത്തിലും VD സതീശന്റെ നേതൃത്വത്തിലും അങ്ങോട്ട് പോകും. അവിടെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല. KSU മാർച്ചുണ്ട്. മാത്രമല്ല ഇന്ന് നിങ്ങൾ നോക്കൂ, 564 പോലീസ് സ്റ്റേഷനുകളിലേക്ക് 5 ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നത്. എത്ര സ്ഥലത്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? എറണാകുളത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും. ബാക്കിയുള്ളൊരു സ്ഥലത്തും ഒരു തരത്തിലുള്ള ഒരു ചെറിയ കല്ലേറ് പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ സംസ്ഥാനത്തെ കലാപത്തിലേക്ക് തള്ളിവിടാനുള്ള സംഘടനാശേഷിയോ ധൈര്യമോ ഒന്നും കോൺഗ്രസിന് ഇപ്പോൾ ഇല്ല. എൻ്റെ പ്രശ്നം ഈ പറയുന്ന കോൺഗ്രസ്, ഞാൻ ഇന്നലെയും അത് പറഞ്ഞിരുന്നു, കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ വന്നിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറയുന്ന മുഖ്യമന്ത്രി ഗുണ്ടയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ക്രിമിനലാണ്, ഞങ്ങളുടെ ആളുകളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, അവരുടെയൊക്കെ അഡ്രസ്സുണ്ട്, ഇനി ഞങ്ങൾ വീട് കയറി തല്ലും എന്നൊക്കെയുള്ള പ്രസ്താവനകൾക്കപ്പുറത്ത് എന്ത് രാഷ്ട്രീയമാണ് കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കേരളത്തിൽ നവകേരള സദസ്സുമായി ഈ സർക്കാർ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇവർക്ക് ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. ഈ പറയുന്ന സമാന്തരമായി ഒരു സമര പരിപാടി തന്നെ ആസൂത്രണം ചെയ്യാൻ കഴിയുമായിരുന്നു അവർക്ക്. ഇവിടെ ഉച്ചഭക്ഷണ പ്രശ്നമുണ്ടായിരുന്നു, ക്ഷേമ പെൻഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, കർഷകരുടെ പ്രശ്നമുണ്ടായിരുന്നു, വിദ്യുച്ഛക്തി വിലവർദ്ധനയുടെ പ്രശ്നമുണ്ടായിരുന്നു, കാരുണ്യ പ്രതിസന്ധി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുടുംബശ്രീ പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓരോ മേഖലയിലെയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് സമാന്തരമായിട്ട് വേണമെങ്കിൽ എന്തെല്ലാം സമര പരിപാടികൾ ആവിഷ്കരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ അവരിത് ചെയ്യേണ്ടിയതുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ കൂടുതൽ വിശാലമായ ചർച്ചകളിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ അത് ഒരു പുതിയ അധ്യായം തന്നെ ആകുമായിരുന്നു. അതൊന്നും സംഭവിക്കാതെ 31ാമത്തെ ദിവസം ഈ പാവപ്പെട്ട പിള്ളേർ പല സ്ഥലങ്ങളിൽ കിടന്ന് അടികിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നൊരു വലിയ വെല്ലുവിളി നടത്തി ഇത് അവസാനിപ്പിച്ച് പോയിരിക്കുകയാണ്. ഒരു കാര്യവും രാഷ്ട്രീയമായി സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നേരത്തെ നികേഷും അതുപോലെ തന്നെ ശ്രീ ആൻഡോ അഗസ്റ്റിനും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ സംഘടന തന്നെ വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലാണെന്നേ. ആ ആഭ്യന്തര പ്രതിസന്ധി എന്നാണ് അവർ അഭിമുഖീകരിക്കുന്നത്. ഈ പറഞ്ഞ കെ സുധാകരൻ്റെ സംഘപരിവാർ അനുകൂല പ്രസ്താവനയെക്കുറിച്ച് വിശദീകരണം നടത്തുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ പ്രസ്ഥാനം തന്നെ മാറിപ്പോയിരിക്കുന്നു. അതായത് കേരളത്തിലെ ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പരിസരത്ത് വ്യക്തമായ നിലപാടുകളോടുകൂടി ഇടപെടാൻ കഴിയാത്തൊരു പ്രസ്ഥാനത്തിൻ്റെ മുഖഛായയോടെയും മുഖഭാവത്തോടുകൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. അത് അങ്ങേയറ്റം പരിതാപകരമായ ഒരവസ്ഥയിലാണ്. അതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരി, പ്രതിഷേധം വിജയിച്ചു എന്ന ചോദ്യത്തിന് പ്രതിഷേധം വിജയിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 32-ാം ദിവസം, മുഹൂർത്തം 32-ാം ദിവസമാണ്. അപ്പോൾ 32-ാമത്തെ ദിവസം ഇത്രയും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പോലീസിന്റെയും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും SFI പ്രവർത്തകരുടെയും അടികൊണ്ട് എത്തുകയായിരുന്നു. കൊല്ലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് പ്രതിഷേധത്തിന്
പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് കെ സുധാകരൻ പറഞ്ഞത്. 20-ാം തീയതി ഞങ്ങൾ ഇതിന് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ പ്രതിഷേധിക്കുക, ഒരു ആക്ടിലേക്ക് കടക്കുക എന്ന രൂപത്തിലല്ല കോൺഗ്രസ് പറഞ്ഞത്. അതിന് ആളുകളെ സംഘടിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമെടുക്കുകയായിരിക്കും ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവുക. ഇന്നിപ്പോൾ അതിശക്തമായ പ്രതികരണം വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വാക്കുകൾ പ്രയോഗിച്ചു. മുഖ്യമന്ത്രി ക്രിമിനലാണ് എന്നുള്ള കാര്യം പറഞ്ഞു, ഗുണ്ട മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കലാപാഹ്വാനത്തിന് കേസെടുക്കുകയാണെങ്കിൽ കലാപാഹ്വാനത്തിന് ആദ്യം കേസെടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് പറയുന്നു. കാരണം ഈ അക്രമ സംഭവങ്ങളെ ന്യായീകരിക്കുകയും അക്രമ സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും അല്ലെങ്കിൽ അത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുകയും അത് മാതൃകാ പ്രവർത്തനമാണ് എന്ന് പറയുകയും ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആദ്യം ആ കേസെടുക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് പ്രതിപക്ഷ നേതാവ് ശക്തമായി പറഞ്ഞിരിക്കുന്നു. പോലീസ് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ആക്ട് ചെയ്തതിൽ നിന്നും ഇപ്പോൾ നവകേരള യാത്ര തുടങ്ങി ഈ നിമിഷം വരെ പോലീസ് എങ്ങനെയാണോ ആക്ട് ചെയ്തത് ആ രൂപത്തിലല്ല ഈ പ്രതിപക്ഷ പ്രതിഷേധത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. സംയമനം അങ്ങേയറ്റം സംയമനമായിരുന്നു. 2 മണിക്കൂറോളം പോലീസ് അവിടെ അവർക്ക് നേരെ കല്ലെറിയുന്നു, ചെരുപ്പെറിയുന്നു, വടി കൊണ്ട് ആക്രമിക്കുന്നു, മുളവടി കൊണ്ട് ആക്രമിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും അവർ ആ ഷീൽഡ് വെച്ച് തടയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പലയിടത്തും ഷീൽഡ് പൊട്ടിച്ച് തകർത്തെറിയുന്ന ദൃശ്യങ്ങൾ വരെ കണ്ടു. പക്ഷേ അതിനിടയ്ക്ക് ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നുണ്ട്. 7 പോലീസുകാർക്കാണ് പരിക്കേറ്റുള്ളത്. ഒരു പോലീസുകാരൻ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ വിഷ്വലിൽ തന്നെ കാണിച്ചതാണ്. പ്രതിഷേധിച്ച ഒരു യൂത്ത് കോൺഗ്രസ് വനിതകളുടെ ചെറിയ പ്രശ്നം വെച്ചാൽ അവരുടെ വസ്ത്രം കീറി. അത് പുരുഷ പോലീസാണ് ചെയ്തതെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് വനിതാ പോലീസ് തന്നെയായിരുന്നു. വലിച്ചപ്പോൾ ആ വസ്ത്രം കീറിപ്പോയതായിരിക്കാം ഒരു പക്ഷേ. ആ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. പിന്നെ കണ്ട കൗതുകമായ ചില കാഴ്ച, പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് കയറ്റുന്നു. ബസ്സിൽ നിന്ന് ബസ്സിന്റെ ചില്ല് തകർത്ത് അവരെ തിരിച്ച് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ഇത്തരം ചില കാഴ്ചകൾ അവിടെ കാണുകയുണ്ടായി. ഇതൊക്കെ ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു എന്ന് കാണിക്കാൻ ആ ദൃശ്യങ്ങൾ ഏതായാലും ഗുണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പ്രവർത്തകരെ അവിടുന്ന് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അവരെല്ലാവരും തന്നെ DCC ഓഫീസിലേക്ക് കയറുന്നു. അവിടെ വി.ഡി. സതീശനടക്കമുള്ള നേതാക്കൾ എത്തുന്നു. അവിടെ പോലീസ് എത്തി പാർട്ടി ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമം നടത്തി. അത് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമല്ല. അവിടെയാണ് പോലീസ് അതുവരെ പുലർത്തിയ സംയമനത്തിൽ നിന്നും അല്പം മാറിയത്. പക്ഷെ അതിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും പ്രതിപക്ഷ നേതാവ് സമ്മതിക്കില്ല എന്ന് പറയും. ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്ന് ഞങ്ങൾ സംരക്ഷിക്കുന്നു, തൊടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപ്പോൾ ആ പ്രതിപക്ഷ നേതാവ് അപ്പോൾ കൊടുക്കുന്ന ഉറപ്പ് പ്രവർത്തകർക്കാണ്, ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള ഉറപ്പ്. 32 ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇറക്കിക്കൊണ്ടുപോയി പിന്നെ അല്ലാതെ DCC ഓഫീസിലേക്ക് പോലീസ് നേരെ കയറി പിടിച്ചെടുക്കാൻ വന്നല്ല. പക്ഷേ DCC ഓഫീസിലേക്ക് കയറില്ല. അങ്ങനെ കയറിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പ്രതികളെ വഴി തടഞ്ഞു നിർത്തി പോലീസ് വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി. അതെ ഞാൻ പറഞ്ഞു. പക്ഷെ DCC ഓഫീസിലേക്ക് കയറുന്ന ഒരു രീതി, പാർട്ടി ഓഫീസുകളിലേക്ക് പോലീസ് അകത്ത് കയറുന്ന രീതിയില്ല. കയറാൻ ശ്രമിച്ചു, അത് തടയുകയാണ് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്. അത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇനി നാളെയുണ്ട്, മറ്റന്നാളുണ്ട്. 23-ാം തീയതി വരെയാണല്ലോ നവകേരള യാത്ര. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പ്രതിഷേധങ്ങളുടേതാണ്. ഇനി അങ്ങോട്ട് തിരിച്ചടിക്കുമെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ചിരി തോന്നും. കാരണം ഇതിപ്പോൾ അവസാനം ഈ 32-ാം ദിവസത്തിൽ പ്രതിഷേധിക്കാൻ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നു. അതിനിടയ്ക്ക് പറഞ്ഞതുപോലെ കോൺഗ്രസ് പ്രതിരോധത്തിലാണ്. രാജ്യമാകെ ഏത് രൂപത്തിൽ ജനാധിപത്യത്തിനു വേണ്ടി നിലനിൽക്കണം എന്നുള്ള സന്ദേശം അവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഉന്നയിക്കുന്നു. അവരെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടത്തെ സംസ്ഥാന പ്രസിഡന്റ് എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെയൊക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതും ഏത് ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, സമരത്തിൻ്റെയൊക്കെ ഒരു തീഷ്ണ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാമായിരുന്നു. പ്രതികരിച്ച വളരെ മോശമായി പോയി. ഇനിയിപ്പോൾ അതിൽ വിശദീകരണം ചോദിക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പല നേതാക്കൾക്കും പ്രതികരിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദുഃഖകരമായ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ദയനീയമായ സാഹചര്യമാണെന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രതിഷേധം വിജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ എത്രത്തോളം ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നറിയില്ല. അതേസമയം സമരത്തെ ഞങ്ങളല്ലാതെ മറ്റാരും സമരം ചെയ്യാൻ പാടില്ല, മറ്റാര് സമരം ചെയ്താലും ഞങ്ങൾ പോലീസിനൊപ്പം തന്നെ അതിനെ തടയാൻ മുന്നോട്ടിറങ്ങും എന്ന രൂപത്തിലുള്ള ധാർഷ്ട്യത്തിൽ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും പ്രതികരണങ്ങൾ വരുന്നതും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്നിപ്പോൾ എൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത വസീഫ് പറഞ്ഞിരുന്നത് ഞങ്ങളൊന്ന് സൽക്കരിച്ചു എന്നാണ്. ഈ പൂച്ചട്ടി കൊണ്ട് തലയ്ക്ക് ആക്രമിച്ചതിനെയാണ് സൽക്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു അധികാരത്തിന്റെ ധാർഷ്ട്യമായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഈ പ്രതിഷേധം എന്തായാലും തൽക്കാലം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച പോകുന്നുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? നികേഷ് കുമാർ പറയാനുണ്ടോ എന്തെങ്കിലും കൂടുതലായിട്ട്? അല്ലെങ്കിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാമായിരുന്നു.
അല്ല എനിക്കതിൻ്റെ അകത്ത് കുറച്ച് രാഷ്ട്രീയം കൂട്ടിച്ചേർക്കാനുണ്ട് സ്മൃതി. ഇന്ന് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പോലീസ് ആസൂത്രിതമായി സംയമനം പാലിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊച്ചിയിലും ആസൂത്രിതമായ സംയമനം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം നമ്മൾ സംഘർഷം മണിക്കൂറുകളോളം കാണിച്ചതാണ്. സാധാരണഗതിയിൽ പോലീസ് അതിൻ്റെ ഒരു ക്ഷമയുടെ നെല്ലിപ്പടി തകർക്കുന്ന വിധത്തിലുള്ള നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ അടി കൊടുത്തു പോകാറുണ്ട്. പക്ഷേ ഇന്നെന്തായാലും പോലീസ് ആ നിലയിൽ, അതിപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഭരണത്തിലിരിക്കുന്ന സമയത്ത് അത് സംഭവിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ആ നിലയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഒരു ആസൂത്രിത സംയമനം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായി ഒരു പരിധിവരെ എന്ന് കരുതുന്ന ആൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഞാൻ കെ സുധാകരൻ്റെ കാര്യത്തിലേക്ക് തിരികെ പോയാൽ അതെങ്ങനെ ആയിരിക്കാം വരുന്ന ദിവസങ്ങളിലൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റായി ഉരുണ്ടു കൂടുക എന്നത് സംബന്ധിച്ച് എനിക്ക് വലിയ നിലയിൽ ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം ഇന്നിപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കെ സുധാകരനെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിപ്പിച്ചത് എന്തിനാണ് എന്ന് സംശയമുണ്ട്. കാരണം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അദ്ദേഹം ഇനിയിപ്പോൾ നേരത്തെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ഒരു യാത്ര നിശ്ചയിച്ചിരുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ VD സതീശനെയും ചേർത്തിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്ന്. രണ്ട്, അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ് ചികിത്സാർത്ഥം. അപ്പോൾ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഒരു താൽക്കാലിക പ്രസിഡന്റ് ഇല്ല, 2 ആഴ്ച മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് താൽക്കാലിക പ്രസിഡന്റ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഈ കെ സുധാകരൻ ഈ കേരള യാത്രയൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. നോക്കൂ, കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ വീണിട്ടും സംഘപരിവാർ വിഷയത്തിൽ അദ്ദേഹം തുടർച്ചയായി കൺസിസ്റ്റൻ്റ് ആയ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളത് ശരിക്കും നമ്മളെ അല്ല ആശങ്കപ്പെടുത്തുന്നുണ്ടാവുക, കോൺഗ്രസ് റാങ്ക് ആൻഡ് ഫയലിനെ ആയിരിക്കും, കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതാക്കളെ ആയിരിക്കും ആശങ്കപ്പെടുത്തുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഘർഷത്തിൽ നിന്ന് ഇനിയിപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF വലിയ നിലയിൽ ആലോചന നടത്താൻ പോകുന്നത് സ്വാഭാവികമായിട്ടും കെ സുധാകരൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ പോവുകയാണോ കെ സുധാകരനെ? അങ്ങനെയാണ് എങ്കിൽ അതിൽ നിന്നുണ്ടാകാവുന്ന പ്രത്യാഘാതം എന്ത് എന്നുള്ള വിഷയമുണ്ട്. ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ തന്നെയാണ് KPC പ്രസിഡന്റ് എങ്കിൽ UDF ഏതെങ്കിലും തരത്തിൽ ഒരു മുൻതൂക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തൻ്റെ വിജയം എന്ന നിലയിൽ കെ സുധാകരൻ ചിത്രീകരിക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുധാകരൻ്റെ ഈ രാഷ്ട്രീയവും വെച്ചായിരിക്കുമോ UDF മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ. ഈ കെ സുധാകരൻ്റെ കാര്യത്തിനകത്തൊരു കാര്യം ഞാൻ കൂടി പറയാം. കെ സുധാകരൻ്റെ കാര്യത്തിൽ കെ സുധാകരനെ ഇപ്പോൾ കെ സുധാകരൻ്റെ കേരള യാത്ര എന്ന് പറയുന്നത് യാതൊരു സംശയവും വേണ്ട ആ പാർട്ടിക്ക് വലിയ ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ അത് വളരെ ഡാമേജിങ് ആയിരിക്കും. ഈ രീതിയിലാണ് അദ്ദേഹം പ്രസ്താവനകൾ നടത്തുന്നതെങ്കിൽ അത് കോൺഗ്രസിന് ഗുണമല്ല, ദോഷമാണ് ചെയ്യാൻ പോവുക. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡാമേജ് ഉണ്ടായാൽ ആ ഡാമേജ് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തത്തിലായിരിക്കും VD സതീശനെ കൂടി ഈ ജാഥയിലേക്ക് ചേർത്തിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സ്വാഭാവികമായിട്ടും അതെ, കാരണം വെച്ചാൽ അല്ല, VD സതീശനെ പോലെ ഒരാൾ കൂടെ ഇല്ല എങ്കിൽ എന്താണ് കെ സുധാകരൻ പറയുക എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക ആ പാർട്ടിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് അതിനൊരു ന്യായം പറയുന്നത് ഇവർ രണ്ടാളും കൂടി ഈ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ഭേദപ്പെട്ട രീതിയിൽ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നല്ല കോമ്പിനേഷൻ ആണെന്നും അതുകൊണ്ട് അവർ തന്നെ ഒരുമിച്ച് നിന്ന് ഈ യാത്ര സംഘടിപ്പിക്കട്ടെ എന്നുമാണ് ഒരു വിസ്തീർണം വരുന്നെങ്കിൽ പോലും നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാമല്ലോ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരനാണ് ഈ ജാഥ നയിക്കുന്നതെങ്കിൽ ഉണ്ടാകാം ഓരോ ദിവസവും ഡാമേജ് കൺട്രോൾ നടത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, എന്താണ് കെ സുധാകരന് സംഘപരിവാറുമായുള്ള കടപ്പാട് എന്ന കാര്യത്തിലും ചില സംശയങ്ങൾ കേരളത്തിന് ഉണ്ടാകേണ്ടത് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ അത് കണ്ണൂരിൽ എന്തെങ്കിലും തരത്തിലുള്ള ലാഭം സംഘപരിവാറിൽ നിന്ന് ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിലൊക്കെ ഉള്ളതാണല്ലോ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറയുന്ന കാര്യമുണ്ടല്ലോ. അപ്പോൾ ആ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇനിയിപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ആ കടപ്പാടുകൾ അദ്ദേഹം ഇനി ആവർത്തിക്കൊണ്ടുണ്ട്. ഈ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ഉച്ചത്തിൽ ആളുകൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതെ. അപ്പോൾ ആ ഒരു ഇതുവരെ പിന്നെ കെ സുധാകരൻ പിന്നെ RSSനെയോ BJPനെയോ തള്ളി പറഞ്ഞിട്ടില്ല. ഇതുവരെ RSS BJP തള്ളി പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? എപ്പോഴും ഒരു തൊട്ട് തലോടി ഇങ്ങനെ പോകുന്ന ഒരു സിസ്റ്റമാണ്. കാരണം അത് പറഞ്ഞോളൂ, കംപ്ലീറ്റ് ചെയ്തോളൂ. അല്ല, ഞാൻ പറയുന്നത് അല്ല, അത്
പറയാം കേട്ടോ, അതിനകത്ത് ആട്രിബ്യൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്കതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ നിരന്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ RSS സംഘപരിവാർ അനുകൂല പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നത്, അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഇലക്ഷനിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകേണ്ടത് കൊണ്ടാകാം. കാരണം വെച്ചാൽ കണ്ണൂരിൽ വിജയിച്ച് വരുമ്പോഴത്തേക്കും കണ്ണൂർ എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ്. അവിടെ ഒരു വലിയ ശതമാനം, പിന്നെ ഒരു നല്ലൊരു ശതമാനം വോട്ട് BJPക്ക് ഉണ്ട്. അവിടെ ജയിച്ചു വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ടോ, അവിടുന്ന് ഈ വോട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ടോ, അതിൻ്റെ ഒരു കടപ്പാട് അദ്ദേഹത്തിനുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരു കോൺസ്റ്റിറ്റ്യുവൻസിയുമായി മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മൊത്തം സംസ്ഥാനത്ത് കോൺഗ്രസെയും എന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഒരു കടപ്പാട് കൊണ്ട് അദ്ദേഹം നടത്തേണ്ട ഒരു അവസരമല്ല. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്കാണ് കേരള യാത്ര നടത്തുന്നതെങ്കിൽ വളരെ അപകടത്തിലേക്കായിരിക്കും കേരള യാത്രയും കോൺഗ്രസും പോവുക എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡാമേജ് കൺട്രോൾ ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് VD സതീശനെ കൂടി ഉൾപ്പെടുത്തി എന്ന് തന്നെയാണ്. ആ ബോധ്യം ആ പാർട്ടിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. ഈ VD സതീശനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം പറയാം. ഈ VD സതീശൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രതിച്ഛായയുള്ള നേതാവാണ്. അതായത് പ്രതിച്ഛായ ദോഷം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ VD സതീശൻ്റെ, കാരണം നമ്മൾ 3-4 ഇലക്ഷൻ VD സതീശൻ നടത്തുന്നത് കണ്ടതാണല്ലോ. ഇപ്പോൾ പുതുപ്പള്ളി ഇലക്ഷൻ ആണെങ്കിലും തൃക്കാക്കര ഇലക്ഷൻ ആണെങ്കിലും ഒക്കെ VD സതീശൻ്റെ ഒരു സംഘടനാ സംവിധാനം ഡെവലപ്പ് ചെയ്യാനൊക്കെ വളരെ കഴിവുള്ള ആളും പ്രതിച്ഛായ മോശമില്ലാത്ത ഒരാളുമാണ്. അങ്ങനെ നോക്കുമ്പോൾ VD സതീശൻ എടുക്കുന്ന നിലപാടുകൾ ഈ പറയുന്ന പാളിച്ചകൾ പൊതുവായി വരാറില്ല. ഒരു സ്ഥലത്തും ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവായാലും നിയമസഭയിലെ പ്രകടനങ്ങളായാലും ഒന്നും VD സതീശൻ്റെ ഭാഗത്തൊന്നും പാളിച്ചകൾ പറ്റാറില്ല. അത് ആ ലെവലിൽ നോക്കുമ്പോൾ ആരാണ് സുധാകരൻ 100% പാളിച്ചയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തെ പ്രശ്നത്തിലാക്കുന്നത്. വേറെ ആരും ഉണ്ടാകുന്ന ആരോപണങ്ങളല്ല അദ്ദേഹത്തെ ഇന്ന് വരെ പ്രശ്നത്തിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അദ്ദേഹത്തിനെ പ്രശ്നത്തിലാക്കി, അദ്ദേഹത്തെ മാത്രമല്ലല്ലോ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് VD സതീശനെ പോലെ ഒരാൾ പിന്നെ ഈ പറയുന്ന യാത്രയിൽ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന സുധാകരൻ്റെ കൂടെ വേണം എന്നുള്ളത് ഒരു പരിധി വരെ കോൺഗ്രസിനെ രക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ യാത്ര വന്നവരായിരിക്കില്ല. 100% പ്രശ്നങ്ങളോടുകൂടി ആയിരിക്കും. ഓരോ ദിവസം രാവിലെ പറയും, വൈകുന്നേരം തിരുത്തി പറയും. അതായിരിക്കും പിറ്റേ ദിവസം ചർച്ച, അല്ലാതെ യാത്ര ആയിരിക്കില്ല. അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിനികേഷ് കുമാർ പറഞ്ഞോളൂ. നോക്കൂ, ഇന്നിപ്പോ VD സതീശന്റെ സൗണ്ട് ബൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് VD സതീശനോട് ഈ K സുധാകരനുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ ഉടനെ VD സതീശൻ പറഞ്ഞു തുടങ്ങുന്ന മറുപടി ഇങ്ങനെയാണ്: അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് വെച്ചാൽ എന്നാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നമുക്ക് ഇതായിരിക്കും കേരള യാത്രയിൽ VD സതീശന്റെ റോൾ. K സുധാകരൻ ചില കാര്യങ്ങൾ പറയും, അത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്ന് അങ്ങനെ തിരുത്തി പറയുന്ന ഒരാളായിട്ട് വരും. അത് ശരിയാണ് കേരള യാത്രയിലെ റോൾ എന്ന് ഞാൻ വിചാരിക്കുകയാണ്, വരും എന്നുള്ളതാണ്. നോക്കൂ, അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളോട് ലിസ്റ്റ് തരാൻ ഗവർണർ സമ്മർദ്ദം ചെലുത്തി, ഞങ്ങൾ ഈ ഗവർണർക്ക് ലിസ്റ്റൊന്നും കൊടുക്കില്ല എന്ന്. ഇതൊരു പുതിയ വിവരമാണ് യഥാർത്ഥത്തിൽ. SFI ആയിക്കൊള്ളട്ടെ, ഗവർണർക്കെതിരെ സമരമുഖത്തുള്ള ആളുകളായിക്കൊള്ളട്ടെ, നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഗവർണർക്ക് ഈ ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന്. വൈസ് ചാൻസലർ തയ്യാറാക്കിയ ലിസ്റ്റിൽ ചിലപ്പോൾ അതിനകത്ത് CPM പക്ഷപാതിത്വമൊക്കെ ഉണ്ടാവും. CPM ഭരിക്കുന്ന സമയത്ത് CPM പക്ഷപാതം ഉണ്ടാവും, UDF ഭരിക്കുന്ന സമയത്ത് UDF പക്ഷപാതിത്വം ഉണ്ടാവും. പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എവിടെ നിന്നാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യമാണല്ലോ ഉയർന്നു വന്നിട്ടുള്ളത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ എനിക്ക് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഞങ്ങളോട് ഗവർണർ ലിസ്റ്റ് ചോദിച്ചു, പക്ഷേ ഈ ഗവർണർക്ക് ഞങ്ങൾ ലിസ്റ്റ് കൊടുക്കില്ല എന്ന്. അപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരളത്തിലെ UDF നേതൃത്വവും തമ്മിൽ ഒരു അന്തർധാരയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഇനി അടുത്ത ദിവസങ്ങളിൽ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്തായാലും CPMൻ്റെ അടുത്ത് ലിസ്റ്റ് ചോദിച്ചില്ലല്ലോ. അത് CPM തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ഞങ്ങളുടെ ലിസ്റ്റാണ് വൈസ് ചാൻസലർ നൽകിയിട്ടുള്ളത് എന്ന്. എന്നോട് ആർഷോ തന്നെ കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ശരിയാണ്, ഞങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്വാധീനം അതിനകത്ത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത്. UDF ഭരിക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത് എന്നുള്ളത് UDFനും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ എന്താ ഗവർണർ ചെയ്തിരിക്കുന്നത്? ഗവർണർ ചെയ്തതായി VD സതീശൻ പറയുന്നത്, ഞങ്ങളോട് ഗവർണർ ലിസ്റ്റ് ചോദിച്ചു, പക്ഷേ ഈ ഗവർണർക്ക് ഞങ്ങൾ ലിസ്റ്റ് കൊടുക്കാൻ ഞങ്ങളോട് ചോദിച്ചു എന്നല്ല, ഞങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഒരു അന്തർധാര ആക്ഷേപം വരാൻ കാരണമായിരിക്കുന്നു VD സതീശന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ വിചാരിക്കും. ശരി, നമ്മളിപ്പോൾ പ്രതിഷേധം വിജയിച്ചു എന്നായിരുന്നു ചോദ്യം. വിജയിച്ചു എന്ന 3 പേര് അഭിപ്രായപ്പെടുമ്പോൾ വിജയിച്ചിട്ടില്ല എന്ന ഒരഭിപ്രായം. ആരാണ് വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു? ഞാനാണ് വിജയിച്ചില്ല. Meet the editors.